നമ്മുടെ കുഞ്ഞു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അവധിയുള്ള ദിവസമാണ്. പക്ഷേങ്കിൽ മിലന് കോളേജിൽ എന്തോ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ പോകണം, റെഡി ആകുവാണ്. അപ്പം നമുക്ക് രാവിലെ ഇന്ന് പുട്ടും അതുപോലെ ഏത്തക്കായുമാണ്. അപ്പോൾ ഞാൻ താമസിച്ചാണ് എണീറ്റ് അവധിയായിരുന്നുകൊണ്ട് അപ്പോൾ അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ചായ എല്ലാം എത്തി റെഡിയാക്കി വെക്കണം. അപ്പം നമ്മുടെ പാലിവിടെ റെഡിയായി ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവന് പുട്ട് വേണ്ട, ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ടയും ഇതും കൂടെ മതിയെന്ന് പറഞ്ഞു. നമ്മുടെ രാവിലത്തെ എല്ലാം റെഡിയായി. ചായ, അവർക്കുള്ള പാല്, പിന്നെ തന്നെ മിലന് കഴിച്ചിട്ട് പോകാനായിട്ട് എടുത്ത് വെച്ച് അവൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവനെ കൊണ്ടുവിട്ടിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികളൊക്കെ. അവനെ കൊണ്ടുവിടാനായിട്ട് ബസ് സ്റ്റോപ്പ് വരെ പോകണം. മിലൻ നല്ല കുളിയെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് സമയം ലേറ്റായെന്ന് പറഞ്ഞ് ധൃതി വെക്കുകയാണ്. അവന് ആദ്യം പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 9:30-ക്കാണ്. ഇപ്പോൾ സമയം ഇവിടെ 9 തന്നെ ആയിട്ടുണ്ട്. ഞാൻ മിലനെ കൊണ്ടുവിടാനായിട്ട് പോവാണ്. മിലൻ റെഡി ആയിട്ടുണ്ട്. നല്ല തന്നെ ബസ് കിട്ടിയായിരുന്നു. എൻ്റെ മുന്നിൽ പോയി വേണ്ട ഇറച്ചി മേടിക്കാൻ വേണ്ടി വന്നേക്കും. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഞാൻ എല്ലാം ഒരു 1/2 കിലോയായിട്ട് മേടിച്ച്, 1 കിലോ ബീഫുമായിട്ട് മേടിച്ച്. എല്ലും കപ്പയും ഉണ്ടാക്കാവുന്നതുകൊണ്ടാണ് മേടിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിന് അവർക്ക് എല്ലും കപ്പയും വേണ്ട എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ അതല്ലാതെ തന്നെ വേവിച്ചെടുക്കാവുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കിന് അക്കു എണ്ണിട്ട് തന്നെ കഴിപ്പെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് TV കാണുന്നുണ്ട്. നമുക്കിന്നലെ ആങ്ങളെയും ഭാര്യയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണിത്. അപ്പോൾ അവർക്ക് രാത്രിയിലായിരുന്നു അവർ വന്നത്. അപ്പോൾ അത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അവനത് കൊടുക്കാമെന്ന് പറഞ്ഞു. ആടാ നമ്മുടെ തുണിയെല്ലാം ഞാൻ കഴുകാനായിട്ട് മെഷീനിനകത്തോട്ട് കൊണ്ടിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മസാലയെല്ലാം തീർന്നിരിക്കുകയാണ്. ഇത് കുരുമുളകുമാണ്. ഇതൊന്ന് ചൂടാക്കി മിക്സിക്കകത്തിട്ട് പൊടിക്കാമെന്നുകൊണ്ട് ചൂടാക്കാൻ വെച്ചതാണ്. നല്ല വെയിലാണ്. നമ്മുടെ ബീഫിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചോറ് തേണ്ട ഇവിടെ ഇത് റൈസ് കുക്കറിൽ ഇനി ഇറക്കി വെക്കണം. ഇതിപ്പം ഇന്നലെ മേടിച്ചതാണ്, ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്. ഇനി ഇതിപ്പം കറി വെക്കണം. കറികളെല്ലാം അന്നേരം തന്നെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാലയും കൂടെ നമ്മുടെ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയാണ്. മസാല അന്നേരം പൊടിക്കണം. അതും എടുത്തുകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം കഴുകി വൃത്തിയാക്കി. ഇനി എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞത് എൻ്റെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫും റെഡിയായി. അതുപോലെ തന്നെ ഇന്നലത്തെ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ കൊടുത്തു വിടുന്നേ ഉള്ളൂ. ഇന്നലെ എല്ലാം ഇപ്പം നമ്മുടെ പാത്രം എല്ലാം കഴുകി അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിനി. നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞുങ്ങളിപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് മേടിക്കാൻ വന്നതാണ്. അക്കുവാണ് ഇത് മീനുകളെ വളർത്തുന്നത്. വരെയുള്ള ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.